ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും സമനിലയിൽ പിരിഞ്ഞു. ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. മത്സരത്തിന്റെ അവസാന നിമിഷം സിറ്റി സമനില കണ്ടെത്തുകയായിരുന്നു. കളി തുടങ്ങി 9 മിനിറ്റിൽ എർലിംഗ് ഹാളണ്ട് സിറ്റിക്ക് ലീഡ് നൽകി. സാവിയോയുടെ അസിസ്റ്റിൽ ആഴ്സണൽ പ്രതിരോധത്തെ മറികടന്ന് ഹാളണ്ട് പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. സിറ്റിക്കായി ഹാളണ്ടിന്റെ 100ാം ഗോളായിരുന്നു ഇത്. ഈ സീസണിലെ 10ാം ഗോളും. എന്നാൽ ഈ ഗോളിന് ശേഷം ആഴ്സണൽ തിരിച്ചു വന്നു. 22ാം മിനിറ്റിൽ പ്രതിരോധ താരം കാലഫിയോറിയുടെ ഗോളിൽ ഗണ്ണേഴ്സ് സമനില കണ്ടെത്തി. ആദ്യ പകുതിക്ക് പിരിയും മുൻപ് ബുക്കായോ സാക്ക എടുത്ത കോർണറിൽ ഹെഡറിലൂടെ ലക്ഷ്യം കണ്ട് ഗബ്രിയേൽ മഗാലസ് ആഴ്സണലിനെ മുന്നിലെത്തിച്ചു. എന്നാൽ ആദ്യ പകുതി അവസാനിക്കാനിരിക്കെ ലിയാൻഡ്രോ ട്രൊസാർഡിന് 2ാം മഞ്ഞ കാർഡ് ലഭിച്ചതോടെ ആഴ്സണൽ 10 പേരായി ചുരുങ്ങി. എന്നാൽ 2ാം പകുതിയിൽ ആഴ്സണൽ സിറ്റിക്കൊപ്പം പൊരുതി. സിറ്റിയുടെ സമ്മർദ്ദത്തിലും ആഴ്സണലിന്റെ പ്രതിരോധം ഉറച്ചു നിന്നു. പക്ഷേ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷം പകരക്കാരനായി എത്തിയ ജോൺ സ്റ്റോൺസ് ആഴ്സണൽ പ്രതിരോധം പൊളിച്ച് പന്ത് വലയിലെത്തിച്ചു. മത്സരം സമനിലയിലാക്കി. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 78% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു. 33 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി ആകെ തൊടുത്തത്. 11 ഷോട്ട് ഓൺ ടാർഗറ്റ്. 699 പാസുകൾ 91% കൃത്യതയോടെ സിറ്റി പൂർത്തിയാക്കി. 5 ഷോട്ടുകൾ മാത്രമാണ് ആഴ്സണൽ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 202 പാസുകൾ 72% കൃത്യതയോടെ ആഴ്സണൽ പൂർത്തിയാക്കി. സമനിലയോടെ പ്രീമിയർ ലീഗിൽ 5 കളികളിൽ നിന്ന് 13 പോയിന്റുമായി മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാമത് നിൽക്കുകയാണ്. ആഴ്സണൽ 11 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.